വെൽക്കം ബാക്ക്. എല്ലാവർക്കും നമസ്കാരം. തോൽവിയുടെ ഭാരം കുറഞ്ഞു, അത്രേ ഇപ്പൊ പറയാനുള്ളൂ. എന്തോ ഭാഗ്യം, ആ ഒരു 4-1 4-3 ആക്കാൻ കാണിച്ച ആ ഒരു മനസ്സ്, അതില് സന്തോഷവാനാണ്. പക്ഷേ നമ്മുടെ എപ്പോഴും ഞാൻ പറയുന്ന പോലെ, ആ ഒരു സുഡാനി ഫ്രം നൈജീരിയയിൽ സൗബിൻ പറഞ്ഞതുപോലെ അവസാന നിമിഷം 90 മിനിറ്റിലും എങ്ങനെയെങ്കിലും ഒന്ന് അടിച്ച് ഡ്രോ ആക്കാൻ പറ്റും ആ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ നടന്നില്ല. ഒരു കംബാക്ക് കൂടി ഞാൻ പ്രതീക്ഷിച്ചതായിരുന്നു, ഒരു ഫർഗി ടൈം കൂടി പ്രതീക്ഷിച്ചതായിരുന്നു. പിന്നെ എടുത്തു പറയേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നത്തെ കളി എല്ലാവർക്കും അറിയാം. നമ്മൾ യൂറോപ്പ ലീഗിൽ ഇറങ്ങുന്നത് പോലത്തെ ഫസ്റ്റ് ടീം ഒന്നുമല്ല ഇറങ്ങിയത്. സെക്കൻഡ് ടീം പോലത്തെ അധികം യങ്സ്റ്റേഴ്സിനെ ഇട്ടു. സ്ട്രൈക്കറായിട്ട് ചിതോ ഒബീനെ ഇട്ടു. ഒബി മാർട്ടിന്റെ ഒരു പ്രശ്നം എന്താ ഞാൻ കണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, അവനൊരു പേടിച്ച് കളിക്കുകയാണ്. അത് എന്തുകൊണ്ടാന്ന് മനസ്സിലാവുന്നില്ല. ഒരു പേടിയുള്ള 17 വയസ്സേ ഉള്ളൂ. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം അങ്ങനെ ഒരു പേടിച്ചിട്ടുള്ള ഒരു കളി കാണുന്നത്. വേറെ ഇപ്പൊ എടുത്തു പറയാൻ, ഇന്നത്തെ കളിയിൽ ഉഗാർട്ടെ മാത്രമായിരുന്നു എനിക്ക് തോന്നിയത്. ഗർനാച്ചോന്റെ ഒരു മിസ് ഉണ്ടായിരുന്നു. അയ്യോ, മൗണ്ട് കൊടുത്ത നല്ലൊരു അടിപൊളി ബോളായിരുന്നു മൗണ്ട് കൊടുത്തത്. പക്ഷേ ഈ ചങ്ങായി എന്താ പറയാ, നമ്മള് കണ്ടം കളിയിലൊക്കെ കളിക്കുന്നേരം മിസ്സായി പോകില്ല, അതുപോലത്തെ മിസ്സായിരുന്നു. പക്ഷെ അതിനൊരു പ്രായശ്ചിത്തം എന്നുള്ള രീതിയിൽ നല്ലൊരു അടിപൊളി സ്റ്റണ്ണർ, നല്ല അടിപൊളി ഗോളായിരുന്നു അത് ഗർനാച്ചോനെ. പിന്നെ മൗണ്ട് ഒരു ഗോൾ അടിച്ചു. മൗണ്ടിന് കൊടുത്ത ആ ഒരു അസിസ്റ്റും, ഗർനാച്ചോന്റെ കയ്യിൽ നിന്ന് വന്ന അസിസ്റ്റും നല്ലൊരു അസിസ്റ്റ് ആയിരുന്നു. പിന്നെ ദ മെയിൻ ഗൈ, ദ ജം, ഹി ഈസ് ബാക്ക്, അമാദ് ഡിയാലോ. ഭയങ്കര സന്തോഷമുണ്ട്. ഇഞ്ചുറി കഴിഞ്ഞ് വന്നു. സെക്കൻഡ് ഗെയിം, ഫസ്റ്റ് ഗെയിമിൽ കൂടി പറയാൻ ആകെ ഒരു 5 മിനിറ്റ് ഫസ്റ്റ് ലെഗിൽ കളിച്ചിട്ടുണ്ടാവുള്ളൂ. ഇതിൽ സെക്കൻഡ് ഹാഫിൽ വന്നു, ഒരു ഗോൾ അടിച്ചു. ഭയങ്കര സന്തോഷമുണ്ട്. കാരണം അത് ശരിക്കും ഈ അമാദിന്റെ തിരിച്ചുവരവ്, ഞാൻ ആദ്യം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അമാദിന്റെ ആ ഒരു തിരിച്ചുവരവ് നമുക്ക് ശരിക്കും ഒരു ബൂസ്റ്റ് തന്നെയാണ്. പക്ഷേ വേറൊരു വിഷമമുള്ള കാര്യം, 35 മിനിറ്റിൽ തന്നെ നമ്മുടെ ഡിലൈറ്റ് പോയി. അത് ഒരു ഭയങ്കര വിഷമമുള്ള കാര്യമാണ്. കാരണം നമ്മുടെ ആ ഒരു ഡിഫൻസ് നല്ലപോലെ ഒരു സ്ട്രോങ് ആയി എന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷേ ഡിലൈറ്റിന് നടന്നില്ല. വീണ്ടും ഒരു ഇഞ്ചുറി ആയി. എനിക്ക് ഒരു ആംഗിൾ പോലെയാണ് തോന്നുന്നത്, റീപ്ലേയിലൊക്കെ കണ്ടപ്പോൾ അങ്ങനെയാണ് തോന്നിയത്. ശരിക്കും ഒരു പ്ലെയർ ഇഞ്ചുറി ആയിട്ട് കിടക്കുമ്പോൾ ഇവന്മാർ കളിക്കാൻ പാടില്ല. അത് എനിക്കൊരു മോശം പോലെയാണ് തോന്നിയത്. കറക്റ്റ് കൊണ്ടുപോയിട്ട് അവന്മാർ അതിൽ ഗോൾ അടിച്ച്, അവനവിടെ നിന്ന് അയ്യോ എന്ന് പറഞ്ഞിട്ട് അവിടെ ഇരുന്ന് നേരെ ഇവന്മാർ നൈസായിട്ട് കൊണ്ടുപോയി ഗോൾ അടിക്കുക. അതൊരു ഇതില്ല. പിന്നെ തേർഡ് ഗോളൊക്കെ സുഖസുന്ദരമായിട്ട് എന്താ പറയാ, നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുന്നതായിരുന്നു. എല്ലാം നമുക്ക് ഡിഫൻഡേഴ്സിന് ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ഗോളായിരുന്നു. അല്ലാണ്ട് അവര് സ്റ്റണ്ണറോ സ്ക്രീമറോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമല്ല അടിച്ചിന്. എല്ലാം സിമ്പിൾ ആയിട്ട് പോയ ഗോളുകളായിരുന്നു. പിന്നെ ചെറിയ പയ്യനാണ് ഫ്രെഡറിക്കിനൊന്നും നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. ഫ്രീ ഹെഡറായിട്ടാണ് തേർഡ് ഗോളൊക്കെ പോകുന്നത്. അപ്പോ എനിക്ക് തോന്നുന്നു ഒരു ഹാർഡ് പ്ലേ ഒന്നും കണ്ടിട്ടേ ഇല്ല. ഫ്രീ ആക്കി വിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് കളിച്ച് തീർത്തിട്ട് 90 മിനിറ്റ്സ് കളിച്ച് തീർത്തിട്ട് അങ്ങോട്ട് പോവാം, ആ ഒരു രീതിയായിരുന്നു. സെക്കൻഡ് ലെഗിലേക്ക് ഇഞ്ചുറി വേണ്ട എന്നുള്ള രീതിയിൽ എനിക്ക് തോന്നുന്നു അതായിരിക്കും സന്തോഷം. അതുകൊണ്ടായിരിക്കണം ചിലപ്പോ, അതായിരിക്കും സാധ്യത. അപ്പൊ എന്തായാലും ലീഗ് നമുക്ക് തീരുമാനമായതാണ്. പക്ഷേ ഇനി പിടിച്ച് കിട്ടേണ്ട കാര്യം തേഴ്സ്ഡേ വരുന്ന നമ്മുടെ യൂറോപ്പ ലീഗാണ്. അതിൽ ഇവന്മാര് ഒന്നും കളിക്കാണ്ട് നിൽക്കട്ടെ, നശിപ്പിക്കാതിരിക്കട്ടെ, കൊണ്ടുപോയി നശിപ്പിക്കാതിരിക്കട്ടെ. കാരണം നല്ലൊരു ലീഡ്, 3-0 നല്ലൊരു ഹൈ ലീഡാണ് ഇപ്പോൾ ഉള്ളത്. വെറുതെ അത് കൊണ്ടുപോയി നശിപ്പിക്കാൻ പാടില്ല. ഒനാനയോ ബൈന്ദറോ ആരോ, കാരണം നമ്മുടെ 2 ഗോൾ കീപ്പേഴ്സ് ആയിക്കോട്ടെ, 2 പേരും കണക്കാണ്. ഇന്ന് ബൈന്ദർ കുറച്ച് നല്ല സേവുകൾ നടത്തിയിരുന്നു, പക്ഷേ പിടിക്കേണ്ട സാധനം പിടിച്ചിട്ടുമില്ല. ഒനാന, എൻ്റെ പൊന്ന ഒനാന, നശിപ്പിക്കരുത് എന്ന് മാത്രമേ പറയാനുള്ളൂ. അറ്റ്ലീസ്റ്റ് ഡ്രോ, ജയിക്കണം എന്നൊന്നും പറയുന്നില്ല, തോൽക്കാണ്ട് അറ്റ്ലീസ്റ്റ് ഒരു ഡ്രോ പിടിച്ച് ഓൾഡ് ട്രാഫോർഡ് നിന്ന് കത്തിച്ചിട്ട് ആ ഒരു ഫൈനലിലേക്ക് അങ്ങ് എത്തുക. ബാക്കി പിന്നെയാണല്ലോ. ആ ഒരു സെക്കൻഡ് ലെഗാണ് നമുക്കപ്പോൾ മുന്നിലുള്ളത്. അപ്പോൾ സെക്കൻഡ് ലെഗിലെ ഒരു വീഡിയോ ആയിട്ട് നമുക്ക് കാണുന്നത് വരെ ബൈ.